എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ MCS FNCക്ക് BSc നഴ്സിംഗ് കോഴ്സുകളിലേക്കുള്ള 6th അലോട്ട്മെൻറ്റ് LBSൻ്റെ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിന് ശേഷം പ്രസിദ്ധീകരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആ ഒരു 6th അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു ഡീറ്റെയിൽസുകൾ പിന്നീട് വിദ്യാർത്ഥികളെ ഈ ഒരു വെബ്സൈറ്റിൽ ആ ഒരു ഡീറ്റെയിൽസ് വരുന്ന സമയത്ത് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. നിലവിൽ ഈ ഒരു വെബ്സൈറ്റിൽ 5th ഓൺലൈൻ അലോട്ട്മെൻറ്റ്, അതായത് ജോയിൻറ്റ് അതുപോലെ നോൺ ജോയിൻറ്റ് ആയിട്ടുള്ള വിദ്യാർത്ഥികളുടെ സ്റ്റാറ്റസ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് 5th ഓൺലൈൻ അലോട്ട്മെൻറ്റ് അലോങ് വിത്ത് ദ ജോയിൻറ്റ് ഓർ നോൺ ജോയിൻറ്റ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അടുത്ത പേജിലേക്ക് പോകുന്നതും അതായത് ഇതുവരെ നടന്നിട്ടുള്ള എല്ലാവിധ അലോട്ട്മെൻറ്റുകളിലും അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളുടെ ലിസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇതുവരെ അലോട്ട്മെൻറ്റ് ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളുടെ ലിസ്റ്റും ഈ ഒരു ലിസ്റ്റിൽ ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതായത് നിങ്ങൾ പോയിട്ട് നേരിട്ട് ഈ ഒരു അഡ്മിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ജോയിൻഡ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ ജോയിൻ ചെയ്യാത്ത വിദ്യാർത്ഥികളുടേത് ആണെങ്കിൽ നോട്ട് ജോയിൻഡ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അതുപോലെ തന്നെ TC വാങ്ങിച്ച വിദ്യാർത്ഥികളുടേത് TC ഇഷ്യൂഡ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നിങ്ങളുടെ അഡ്മിഷൻ, അതായത് നിങ്ങൾ ജോയിൻഡ് ആണോ അല്ലെങ്കിൽ നോട്ട് ജോയിൻഡ് ആണോ എന്നതിനെ സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള ഡീറ്റെയിൽസ് കൃത്യമായിട്ട് ഇവിടെ നൽകിയിട്ടുണ്ട്. ഇവിടെ TC ഇഷ്യൂഡ് എന്ന് പറഞ്ഞാൽ ആ ഒരു വിദ്യാർത്ഥി TC വാങ്ങിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് അഡ്മിഷൻ എടുക്കുകയും അതിനുശേഷം പിന്നീട് ഈ ഒരു LBSലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കോഴ്സ് പഠിക്കാനൊക്കെ ആയിട്ട് TC വാങ്ങിച്ചിട്ടുണ്ടെങ്കിലാണ് ഒരു TC ഇഷ്യൂഡ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുള്ളത്. TC ഇഷ്യൂ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളെ പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റുകളിലൊന്നും പരിഗണിക്കപ്പെടുന്നതല്ല. അതുപോലെ തന്നെ ഈ ഒരു 6th അലോട്ട്മെൻറ്റായി, അതായത് 6ാമത്തെ അലോട്ട്മെൻറ്റിലേക്ക് വിദ്യാർത്ഥികൾക്ക് അതായത് LBSൻ്റെ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് വന്ന ശേഷം മാത്രമായിരിക്കും ഈ ഒരു MCS FNCKയുടെ 6th അലോട്ട്മെൻറ്റ് നടത്തപ്പെടുക. കാരണം അതിനു മുമ്പായിട്ട് ഈ 6th അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ, അഥവാ വിദ്യാർത്ഥികൾക്ക് ഇതിൽ അപേക്ഷിച്ച് വിദ്യാർത്ഥികൾക്ക് LBS വഴി കിട്ടുന്ന സമയത്ത് ആ ഒരു വിദ്യാർത്ഥികൾ അങ്ങനെ മാറാനുള്ള സാധ്യത ഉള്ളത് കൊണ്ടാണ് ഈ അലോട്ട്മെൻറ്റ്, അതായത് അപ്പോൾ അതുകൊണ്ടാണ് അതായത് MCS FNCKയുടെ അലോട്ട്മെൻറ്റ് LBSൻ്റെ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷം മാത്രം നടത്താനായിട്ട് നിലവിൽ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ വരുന്ന സമയത്ത് വിദ്യാർത്ഥികളെ ആരോരും അറിയിക്കുന്നതായിരിക്കും. നിലവിൽ ഇൻസ്ട്രക്ഷൻസ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ നൽകി നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു അഡ്മിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങളുടെ ആ ഒരു ഡീറ്റെയിൽസും അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു ജോയിൻഡ് ആണോ നോട്ട് ജോയിൻഡ് ആണോ എന്നുള്ളതൊക്കെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നിലവിൽ ഈ ഒരു വെബ്സൈറ്റിൽ ജോയിൻഡ് നോട്ട് ജോയിൻഡ് കാൻഡിഡേറ്റ്സിൻ്റെ ഡീറ്റെയിൽസാണ് നിലവിൽ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അതായത് 5th അലോട്ട്മെൻറ്റിന് ശേഷം ഈ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ആരൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട്, ആരൊക്കെ ജോയിൻ ചെയ്തിട്ടില്ല, അതുപോലെ തന്നെ ആരൊക്കെ TC വാങ്ങിച്ചിട്ടുണ്ട് എന്നിങ്ങനെയൊക്കെയുള്ള ഡീറ്റെയിൽസാണ് ഇതിൽ നൽകിയിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികളുടെ 6th അലോട്ട്മെൻറ്റ് LBSൻ്റെ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിന് ശേഷം മാത്രമായിരിക്കും പ്രസിദ്ധീകരിക്കുക. അപ്പോൾ ചിലപ്പോൾ അതായത് MCS FNCKയുടെ 6th അലോട്ട്മെൻറ്റ് വരുന്നതിൻ്റെ മുന്നോടിയായിട്ട് വിദ്യാർത്ഥികൾക്ക് ചിലപ്പോൾ എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യം ചിലപ്പോൾ ഉണ്ടായിരിക്കുന്നതായിരിക്കും. അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങളെ ആ ഒരു വിവരം അറിയിക്കുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികളും ഡെയിലി MCS FNCK വെബ്സൈറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കാരണം എന്തെങ്കിലും അറിയിപ്പോ മറ്റു കാര്യങ്ങളോ ഈ വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായിട്ട് അത് പരിശോധിച്ച് എന്തെങ്കിലും പുതിയ അപ്ഡേറ്റ്സ് വല്ലതും വന്നിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.